എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു മോസ്ഫെറ്റ് പൂർണ്ണമായിട്ടും സ്വിച്ചിങ് ആകാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഗേറ്റ് ലെഗിലേക്ക് എത്ര വോൾട്ടേജ് നൽകണം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഒരു മോസ്ഫെറ്റ് എങ്ങനെ സ്വിച്ച് ചെയ്യിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചിലപ്പോൾ ഒന്നും മനസ്സിലാകില്ല. അതുകൊണ്ട് ദയവായി ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി കേട്ടോ. എങ്കിൽ മാത്രമേ കൂടുതൽ വ്യക്തമാകൂ. ഇവിടെ ഞാൻ ഒരു N ചാനൽ മോസ്ഫെറ്റ് ബാറ്ററിയും ബൾബുമായി കണക്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി മോസ്ഫെറ്റിൻ്റെ ഗേറ്റ് പോയിന്റിലേക്ക് ഒരു പോസിറ്റീവ് വോൾട്ടേജ് നൽകേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അത് എത്ര നൽകേണ്ടി വരുമെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. എല്ലാം നിങ്ങൾക്ക് റിയലായി കാണിച്ചു തരിക എന്നതാണ് ഈ ചാനലിൻ്റെ ഉദ്ദേശം. പഠിക്കുന്ന കുട്ടികളായാലും ഇലക്ട്രോണിക്സിൽ താല്പര്യമുള്ളവരായാലും പുസ്തകം നോക്കി പഠിക്കുന്നതിലുപരി നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിൻ്റെ ആ ഒരു അറിവ് ഒരിക്കലും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകില്ല. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണണമെന്ന് അപേക്ഷിക്കുന്നു. ആദ്യം നമുക്ക് ഈ ബാറ്ററിയിൽ എത്ര വോൾട്ടേജ് ഉണ്ടെന്ന് നോക്കാം. ഇവിടെ മൾട്ടിമീറ്റർ വെച്ച് അളക്കുന്ന സമയത്ത് 12 വോൾട്ട് തികച്ചും ആ ബാറ്ററിയിൽ ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ബാറ്ററി പോസിറ്റീവിലും അതുപോലെ മോസ്ഫെറ്റിൻ്റെ ഗേറ്റ് പോയിന്റിലും ഒരേ സമയം കൈ വിരൽ കൊണ്ട് സ്പർശിക്കുന്ന സമയത്ത് മോസ്ഫെറ്റ് പൂർണ്ണമായിട്ടും സ്വിച്ചിങ് ഓൺ ആവുന്നതായിട്ട് കാണാം. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിനായി ഞാൻ എൻ്റെ വിരൽ ബാറ്ററി പോസിറ്റീവിൽ സ്പർശിച്ചുകൊണ്ട് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഏകദേശം 11 വോൾട്ടിന് മുകളിലായിട്ട് ശരീരത്തിലൂടെ ഈ ഒരു ബാറ്ററിയിൽ നിന്നും വോൾട്ടേജ് പാസ് ചെയ്യുന്നതായിട്ട് കാണാം. ഈ ഒരു വോൾട്ടേജ് ഗേറ്റ് പോയിന്റിൽ എത്തുന്നതിൻ്റെ ഫലമായിട്ടാണ് ആ ഒരു മോസ്ഫെറ്റ് സ്വിച്ചിങ് ഓൺ ആയത്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ ഈ ഒരു മോസ്ഫെറ്റിൻ്റെ ഗേറ്റ് പോയിന്റിലേക്ക് മിനിമം എത്ര വോൾട്ടേജ് നൽകുമ്പോഴാണ് മോസ്ഫെറ്റ് പൂർണ്ണമായിട്ടും സ്വിച്ചിങ് ഓൺ ആവുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഇതിനായി ഞാനൊരു DC to DC ബക്ക് കൺവെർട്ടർ ബോർഡാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ബോർഡ് എടുത്തതിൻ്റെ ആവശ്യം ഇതിൽ പ്രീസെറ്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ ഒരു അഡ്ജസ്റ്റ് ചെയ്ത വോൾട്ടേജ് ഒരു 10K റെസിസ്റ്റർ വഴി നമ്മൾ ഈ മോസ്ഫെറ്റിൻ്റെ ഗേറ്റ് പോയിന്റിലേക്ക് നൽകാൻ പോവുകയാണ്. റെസിസ്റ്റർ ഉപയോഗിച്ചതിൻ്റെ ആവശ്യം എന്തെന്ന് വെച്ചാൽ ഈ ഒരു മോസ്ഫെറ്റിൻ്റെ ഗേറ്റ് പോയിന്റിലേക്ക് വരുന്ന കറണ്ട് ലിമിറ്റ് ചെയ്യാൻ മാത്രമാണ്. ബക്ക് കൺവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് വേരിയേഷൻ വരുന്നത് നമുക്ക് റിയലായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മൾട്ടിമീറ്റർ ഈ ഒരു ബക്ക് കൺവെർട്ടറിൻ്റെ ഔട്ട്പുട്ടുമായിട്ട് ഒരു വയർ മുഖേന ബന്ധിപ്പിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഈ ഒരു ബൾബിലേക്ക് വരുന്ന വോൾട്ടേജ് നമുക്ക് റിയലായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു മൾട്ടിമീറ്റർ ഈ ബൾബുമായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട്. ഇനി ഈ ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ സഹായത്തോടെ നമുക്ക് ആ പ്രീസെറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏകദേശം 3 വോൾട്ട് മുതൽ മോസ്ഫെറ്റ് ആക്റ്റീവ് ആവാൻ തുടങ്ങുന്നുണ്ട്. ഇത് പൂർണ്ണതയിൽ എത്തുന്നത് ഏകദേശം 4 ചില്ലറ വോൾട്ട് എത്തുമ്പോഴാണ്. 419 420 ആ ഒരു വോൾട്ട് എത്തുന്ന സമയത്താണ് ബാറ്ററി വോൾട്ട് മുഴുവനായിട്ടും മോസ്ഫെറ്റിലൂടെ കണ്ടക്ട് ചെയ്ത് പോകുന്നത്. ഈ ഒരു ഗേറ്റ് വോൾട്ടിൻ്റെ അളവ് എന്നത് ഓരോ നമ്പറിലുള്ള മോസ്ഫെറ്റുകൾക്കും ചെറിയ അളവിൽ മാറ്റം ഉണ്ടായിരിക്കാം. ഇനി നമുക്ക് ഈ ഒരു മോസ്ഫെറ്റിനെ ഒരു 3.7 വോൾട്ട് ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്ത് എത്ര വോൾട്ട് ഗേറ്റ് പോയിന്റിൽ എത്തുന്ന സമയത്താണ് ഈ മോസ്ഫെറ്റ് പൂർണ്ണമായിട്ടും ആക്റ്റീവ് ആവുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഏകദേശം ഒരു 3.5 വോൾട്ട് വരെ എത്തുന്ന സമയത്താണ് ഗേറ്റ് പോയിന്റിൽ എത്തുന്ന സമയത്താണ് ഈ ഒരു മോസ്ഫെറ്റ് പൂർണ്ണമായിട്ടും ആ ഒരു ബാറ്ററി വോൾട്ടിനെ ബൈപ്പാസ് ചെയ്ത് വിടുന്നത്. ഈ ഒരു പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദേശം ഒരു 4 വോൾട്ട് എത്തുമ്പോഴാണ് മോസ്ഫെറ്റ് പൂർണ്ണമായിട്ടും അത് ആക്റ്റീവ് ആവാൻ തുടങ്ങുന്നത് എന്നാണ്. ഇത് ഓരോ മോസ്ഫെറ്റിനെ അനുസരിച്ചും ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം. ഓരോ മാനുഫാക്ചറിങ് രീതി അനുസരിച്ചും അതിൻ്റെ ഫീച്ചേഴ്സ് അനുസരിച്ചുമൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. എങ്കിലും നമുക്ക് പറയാം ഏകദേശം ഒരു 4 വോൾട്ട് എത്തുമ്പോഴാണ് ഒരു മോസ്ഫെറ്റ് പൂർണ്ണമായിട്ടും ആക്റ്റീവ് ആവുന്നതെന്ന്. അതുപോലെ ഒരു മോസ്ഫെറ്റിൻ്റെ ഗേറ്റ് പോയിന്റിലേക്ക് നൽകുന്ന വോൾട്ടേജ് മാക്സിമം എത്ര വോൾട്ട് നൽകാം എന്നതിലും ഒരു കണക്കുണ്ട്. ഇത് ഓരോ മോസ്ഫെറ്റിൻ്റെ അനുസരിച്ചും ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം. അത് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മോസ്ഫെറ്റിൻ്റെ നമ്പർ ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ട് അതിൻ്റെ ഡാറ്റ ഷീറ്റ് ഡൗൺലോഡ് ചെയ്ത് അതിൽ നമുക്ക് നോക്കി അതിലേക്ക് മാക്സിമം എത്ര വോൾട്ട് നൽകാൻ കഴിയുമെന്ന് നോക്കിയതിന് ശേഷം നമ്മൾ കണക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എങ്കിലും ഒട്ടുമിക്ക മോസ്ഫെറ്റുകളിലും ഗേറ്റ് വോൾട്ട് മാക്സിമം ഒരു 20 വോൾട്ട് വരേക്കും നൽകാവുന്നതാണ്. അതിന് മുകളിൽ കണക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. ഈ ഒരു പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മോസ്ഫെറ്റ് പൂർണ്ണമായിട്ടും ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ആ ഒരു ഗേറ്റ് പോയിന്റിലേക്ക് നൽകേണ്ട വോൾട്ടേജിനെ കുറിച്ച് ഏകദേശം നിങ്ങൾക്കൊരു ധാരണ കിട്ടിയില്ലേ? ഇനി മറ്റൊരു വീഡിയോയിൽ പുതിയൊരു അറിവുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.